മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കടുത്ത വെല്ലുവിളികളും ഭീഷണികളുമായി അൽമായ മുന്നേറ്റം പൈശാചിക നേതാവ് ഷൈജു ആന്റണി, ബസിലിക്ക വികാരി ഫാദർ തരിയൻ ഞാളിയത്തിനെതിരെയും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെതിരെയും കൂരിയക്കെതിരെയുമാണ് കലാപാഹ്വാനങ്ങൾ പുറപ്പെടുവിച്ചത്. നമുക്കതിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമേ ഉണ്ടാവില്ല. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനും ഒരു താക്കീത് നൽകുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലുകുത്താൻ നിങ്ങൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ പറയുകയാണ്, ഇനി മേലിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് മുതിർന്നാൽ ഞങ്ങൾ ഇവിടെ 400ഓളം വൈദികരും 40,000-ഓളം വരുന്ന വിശ്വാസികളും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സമയമുണ്ടാകും. അതിനായി നിങ്ങൾ കളമൊരുക്കരുത് എന്നവർക്ക് താക്കീത് നൽകുകയാണ്. എന്നാൽ കൃത്യമായി താക്കീത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അൽമായ മുന്നേറ്റം പുലി പതുങ്ങുന്നത് പോലെ ഒന്ന് പതുങ്ങി എന്ന് കരുതി നിങ്ങളത് ഒരവസരമായി കാണണ്ട. കുതിച്ച് ചാടാൻ ഒരുങ്ങിയാൽ ഈ ബിഷപ്പ് വെള്ളിയത് പിടിപ്പിച്ച അൽമായ മുന്നേറ്റത്തിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞതാ. ഇനി ഒരിക്കൽ കൂടി അത്തരം ഒരു ശക്തി തിരിച്ചറിയേണ്ട ഗതികേടിലേക്ക് അവർ എത്തിച്ചേരരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ അംഗീകാരമില്ലാത്ത AMT പോലുള്ള സഭാവിരുദ്ധ സംഘടനയെ മുന്നിൽ നിർത്തി പിന്നിലിരുന്ന് സഭയ്ക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന സഭയുടെ ആരാധനാക്രമങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോസഫ് പാംബ്ലാനി മെത്രാന്റെ അടവ് നയങ്ങളുടെ ചില പിന്നാമ്പുറ പ്രവർത്തനങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മാർപ്പാപ്പയുടെ ഉത്തരവുകൾ പോലും ലംഘിച്ച മെത്രാപ്പോലിത്തൻ വികാരി ആ പദവിയിൽ തുടരാൻ അയോഗ്യനാണ്. ഇദ്ദേഹം സിനഡ് മെത്രാന്മാർക്ക് തന്നെ കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നു. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് പാപ്പയുടെയും സീറോ മലബാർ സഭാ സിനഡിന്റെയും ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് സമവായ കുർബാന നയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജോസഫ് പാംബ്ലാനി മെത്രാൻ അടിച്ചേൽപ്പിക്കുന്നത് സിനഡിലെ മെത്രാന്മാരുടെ അനുമതിയോടെയാണോ? ജോസഫ് പാംബ്ലാനി മെത്രാന്റെ ഇഷ്ടത്തോഴനായ സഭാവിരുദ്ധ നേതാവ് ഷൈജു ആന്റണി അതിരൂപതയിലെ കൂരിയക്കെതിരെ ഭീഷണികൾ ഉയർത്തിയിട്ടും എന്തുകൊണ്ട് പാംബ്ലാനി അത്തരത്തിൽ ഉള്ളവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല? അതിന്റെ അർത്ഥം പാംബ്ലാനി സ്വയം പ്രതിക്കൂട്ടിലാകുന്നു എന്നതാണ്. അതിരൂപതയിൽ നിലവിൽ ശക്തമായ കൂരിയ ഉള്ളതിനാൽ എലിപ്പെട്ടിയിൽ വീണ എലിയെ പോലെ വിമതർ പരക്കം പായുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള കൂരിയയെ മാറ്റാൻ സഭാ നേതൃത്വവും വിശ്വാസികളും ആഗ്രഹിക്കുന്നില്ല. തൃപ്പൂണിത്തുറ പള്ളിയിൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടപടി നേരിട്ട മുൻ വികാരിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രസ്താവന ഇറക്കിയതിലൂടെ മെത്രാപ്പോലിത്തൻ വികാരിയോടുള്ള വിശ്വാസികളുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഫാദർ ജോൺ തോട്ടുപുറത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സഭാവിരുദ്ധർക്കെതിരെ ജോസഫ് പാംബ്ലാനി എന്ത് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു എന്ന് വെളിപ്പെടുത്തുമോ? ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവറുണ്ട് എന്ന് കാണിക്കാൻ മാർപ്പാപ്പയുടെ അനുസ്മരണ ചടങ്ങിന്റെ മറവിൽ രാഷ്ട്രീയ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഷൈജു ആന്റണി നടത്തുന്ന പൊറോട്ട നാടകങ്ങളുടെ ബുദ്ധി കേന്ദ്രം പാംബ്ലാനിയാണെന്ന് അറിയാത്ത വിഡ്ഢികളല്ല സഭാവിശ്വാസികൾ. തിരുസഭയെ അനുസരിച്ചിരുന്ന വൈദികരെ പോലും വിമതപാളയത്തിൽ എത്തിക്കാൻ കൊട്ടേഷൻ എടുത്ത നേതാവാണ് പാംബ്ലാനി. ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാംബ്ലാനിയുടെ സഭാവിരുദ്ധരുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് സിനഡ് മെത്രാന്മാർ ഇടപെട്ട് നിർത്തിക്കണം. AMT എന്ന സംഘടനയെ പാംബ്ലാനി എന്തുകൊണ്ട് ഭയക്കുന്നു? ഫ്രാൻസിസ് പാപ്പ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അനുസരിക്കാത്തവരും മാർപ്പാപ്പയുടെ വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധിയായ സിറിൽ വാസിൽ പിതാവിനെ കുപ്പിയെറിഞ്ഞവരും ദിവ്യകാരുണ്യത്തെ അവഹേളിച്ചവരും ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ അനുസ്മരണ പരിപാടി നടത്തി ദൈവജനത്തെ പൊട്ടന്മാരാക്കുന്നു.
വിമതർക്കിപ്പോൾ ഫ്രാൻസിസ് പാപ്പയോട് എന്തൊരു വിനയം, എന്തൊരു എളിമ. ജനകീയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.